നമസ്കാരം. നമസ്കാരം. വാനമ്പാടി എന്ന് പറയുന്ന സീരിയല് ഒരിക്കലും ആരും മറക്കത്തില്ല. വാനമ്പാടിയിലെ പപ്പി എന്ന് പറയുന്ന പത്മിനിയായിട്ട് അഭിനയിച്ചത് സുചിത്രയായിരുന്നു. സുചിത്ര നായർ. അപ്പോൾ സുചിത്ര നായരാണ് ആ ഒരു സീരിയലിലൂടെ തന്നെയാണ് സുചിത്ര പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചത്. എന്നാൽ ഇപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സുചിത്രയെ ചുറ്റിപ്പറ്റിയുള്ള ചില വെളിപ്പെടുത്തലുകളാണ്. ആ ഒരു വെളിപ്പെടുത്തലുകൾക്ക് കാരണം തന്നെ നമ്മുടെ സാന്ത്വനം സീരിയലിലെ സംവിധായകനായിരുന്ന ആദിത്യന്റെ ഭാര്യ രോണു നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ്. ഇപ്പോൾ ആദിത്യനെ കുറിച്ച് പറയുമ്പോൾ സാന്ത്വനം ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയൽ തന്നെയായിരുന്നു സാന്ത്വനം. അത് 1000 എപ്പിസോഡ് വരെ എത്തും, അല്ലെങ്കിൽ അത്രത്തോളം അത് ഒരേ പ്രായക്കാരെ മാത്രമല്ല എല്ലാ പ്രായക്കാരെയും ഒരുപോലെ സ്വാധീനിച്ച ഒരു സീരിയൽ തന്നെയായിരുന്നു. അതിലിപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു സീരിയൽ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സീരിയൽ സംവിധായകനായിരുന്നു ആദിത്യൻ. ആദിത്യന്റെ വേർപാട് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒരുപാട് സൂപ്പർ ഹിറ്റ് സീരിയലുകൾ സംവിധാനം ചെയ്ത ഒരു ആൾ തന്നെയായിരുന്നു ആദിത്യൻ. അപ്പോൾ ആദിത്യന്റെ മരണം സംഭവിച്ചതിന് ശേഷം ഇപ്പോഴും സഹപ്രവർത്തകർക്കോ ബന്ധുക്കൾക്കോ അത് വിശ്വസിക്കാൻ പല സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ആദിത്യൻ മരണപ്പെട്ടത്. അപ്രതീക്ഷിത വിയോഗം ഉണ്ടായത്. അതുകൊണ്ട് ഏറെ ആശിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിന് തൊട്ട് മുമ്പായിരുന്നു ആദിത്യൻ മരണപ്പെട്ടത്. പിന്നെ ഈ ഒരു സാന്ത്വനം സീരിയൽ 1000 എപ്പിസോഡ് എത്തിക്കണം എന്നൊക്കെ ആദിത്യന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സീരിയല് ഒരു പാതി വെച്ച് അതൊന്ന് മുറിഞ്ഞു പോയപ്പോഴുള്ള ഒരു വേദന മറ്റൊന്ന് തന്നെയായിട്ട് അത് പെട്ടെന്ന് അത് പ്രേക്ഷകരെയും ഒരുപാട് വേദനിപ്പിച്ചു എന്ന് വേണം പറയാൻ. അത് ആദിത്യൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് ആദിത്യന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആദിത്യൻ പോകുമ്പോൾ ഞാൻ പോവുകയാണ്, നാളെ കാണാമിടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദിത്യൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയത്. പക്ഷേ അത് ഒരിക്കലും ഒരു മരണത്തിലേക്കായിരുന്നു എന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അതിനുശേഷം ആദിത്യന്റെ മരണത്തിന് ശേഷം രോണു തന്റെ മക്കളെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറി ഗേളായിട്ടും പിന്നെ ഈ വെഡിങ് കാർഡിൽ റിബൺ ഒട്ടിക്കാനായിട്ടും അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് തന്നെയാണ് രോണു ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രോണു നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രോണു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: തൻ്റെ ജീവിതം തകർക്കാൻ തൻ്റെയും ആദിത്യൻ്റെയും കുടുംബജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയും, അത് സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വാനമ്പാടി സീരിയലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ വാനമ്പാടി സീരിയലിൽ നായികയായിരുന്ന താരത്തെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സുചിത്ര നായരായിരുന്നു. സീരിയൽ നടിയും ബിഗ് ബോസ് താരമൊക്കെയാണ് സുചിത്ര നായർ. അപ്പോൾ ഭർത്താവും സുചിത്രയും തമ്മിലുള്ള ഒരു സൗഹൃദം തനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് രോണു വെളിപ്പെടുത്തുന്നത്. ലൊക്കേഷനിലേക്ക് വരെ കയറി ചെല്ലേണ്ട അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചു എന്നാണ് പറയുന്നത്. ഭർത്താവും സുചിത്രയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം തനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു. പിന്നെ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിച്ചവരാണ്. അതായത് രോണുവും ആദിത്യനും ഒളിച്ചോടി വിവാഹം കഴിച്ചവരാണ്. സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഭാര്യയായ രോണു 2 കുഞ്ഞു മാത്രമാണ് ആദ്യത്തിനുള്ളത്. പക്ഷെ ഇവരുടെ ഈ ഒരു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ രോണുവിന്റെ സഹോദരി അങ്ങനെ അഭിനയിക്കും. അപ്പോൾ സഹോദരിയെ വെച്ചൊരു അഭിനയത്തില് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അങ്ങനെ ആ ഒരു നായികയായിട്ട് കാസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കൂട്ടുപോയത് രോണു ആയിരുന്നു. രോണുവിന്റെ സഹോദരിക്ക് കൂട്ടുപോയത് രോണു ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ ആദിത്യനും രോണുവും കാണുകയും പിന്നെ ഇഷ്ടപ്പെടുകയും പിന്നെ അവർ പ്രണയത്തിലാവുകയും ചെയ്തതാണ്. പക്ഷെ അവരുടെ പ്രണയം ആ സമയത്ത് രോണു ആരോടും പറഞ്ഞിട്ടില്ല, തന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. ആ സമയത്ത് ആദിത്യനാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ തന്റെ വീട്ടിൽ ഒരുപാട് കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ ആലോചന വന്ന സമയത്ത് എനിക്ക് ആദിത്യന്റെ ഒപ്പം ജീവിക്കണം എന്ന് തോന്നി അങ്ങനെ രോണു ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് വരെയും ആ ഒരു ജീവിതത്തിൽ എത്തിയതിനു ശേഷം ആ ഒരു ജീവിതം തനിക്ക് തെറ്റായിപ്പോയി എന്ന് ഇതുവരെയും തനിക്ക് തോന്നിയിട്ടില്ല എന്നും രോണു പറയുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും രോണുവിനേക്കാൾ ഏറ്റവും കൂടുതൽ രോണുവിന്റെ കുടുംബക്കാർക്കും ആദിത്യനെയാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് തന്റെ കുടുംബജീവിതത്തിൽ സുചിത്ര കാരണം തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് രോണു വെളിപ്പെടുത്തിയത്.
മാത്രമല്ല ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തൻ്റെ ജീവിതത്തിലേക്ക് സുചിത്ര കടന്നു വന്നത്. അപ്പോൾ ഒരു സുഹൃത്തിനെ പോലെ, ഒരു സാധാരണ ഒരു സുഹൃത്തിനെ പോലെയാണ് സുചിത്ര വന്നത്. അത് മാത്രമല്ല, സുചിത്ര വന്നതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായി. സുഹൃത്തുക്കളുടെ കാര്യം അതിന്റെ ഇടയിൽ ലോണ് പറയുണ്ടായി. വഴക്കും പിണക്കങ്ങളും ഒക്കെ ഏതൊരു കുടുംബത്തിലുണ്ടോ, പക്ഷെ അത് ചിലർ മുതലെടുത്തു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, എല്ലാ കുടുംബത്തിലും ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സുചിത്ര നായരുടെ ആ ഒരു സൗഹൃദം അത് ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ തന്നെ വേറെയും കുറെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും ഒരു അഭിമുഖം ഇതിനിടെ വൈറലായിട്ടുണ്ടായിരുന്നു. കുടുംബമാകുമ്പോൾ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറച്ച് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു പിണക്കതൊക്കെ അത് ചിലർ മുതലെടുക്കുകയുണ്ടായത്. അത് വലിയ പ്രശ്നങ്ങൾക്ക് ഒരു വഴിയാക്കി. കാരണം തനിക്കും ശത്രുക്കൾ ഉണ്ടായെന്നാണ് രോണ് പറയുക. കാരണം ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ആദിത്യൻ എന്ന് പറയുന്നത്. അപ്പൊ സാമ്പത്തികമായി അവരെ സഹായിക്കാനും സുഹൃത്തുക്കളെ സഹായിക്കാനും തുടങ്ങി. പക്ഷെ അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത്. മനസ്സിലായോ? അവിടെയാണ് കാര്യങ്ങളുടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് എന്നാണ് രോണ് പറയുന്നത്. പല കാര്യത്തിലുള്ള ഇപ്പൊ മരണത്തിന് ശേഷം പല കാര്യങ്ങളും, ആദ്യത്തെ മരണത്തിന് ശേഷം പല കാര്യങ്ങളും രോണുവിനെതിരെ വന്നിട്ടുണ്ട്. രോണ് നോക്കിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നായിരുന്നു. പക്ഷെ തങ്ങൾക്കിടയിൽ ഒരു മൂന്നാമത്തെ ഒരാൾ വന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്. അതൊരു സ്ത്രീയാണ്. അതാണ് നമ്മുടെ ബിഗ് ബോസ് താരം സുചിത്ര എന്ന് പറയുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇവരുടെ ലൈഫിലേക്ക് ഒരു കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ കുറെ നാൾ പിണങ്ങി നടക്കേണ്ടി വന്ന്. അതിനു മുമ്പും പ്രശ്നങ്ങളൊക്കെ അതിനു മുന്നേ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവർ തമ്മിൽ അത്രയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊക്കെയാണല്ലോ. അപ്പൊ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സൗഹൃദം, ആ ഒരു സൗഹൃദം ഇവർ തമ്മിലുണ്ടായത്. പക്ഷേ സുചിത്രയും ആദിത്യനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം തനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കുറച്ചു നാള് ആദ്യത്തിൽ നിന്നും രോണുവിന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ലൊക്കേഷനിലേക്ക് കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ മറ്റു സുഹൃത്തുക്കൾ കാണുകയും അത് രോണു വലിയ രീതിയിൽ പ്രശ്നക്കാരിയാണെന്നുള്ള ഒരു രീതിയിൽ ആ ഒരു ഫീൽഡിൽ തന്നെ പ്രവർത്തിക്കുന്ന പല സുഹൃത്തുക്കളോട് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാൻ തുടങ്ങി ആദിത്യൻ. അങ്ങനെ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയി. അങ്ങനെ ഇത് രോണുവാണ് ഇതിലെ പ്രശ്നക്കാരി എന്നുള്ള രീതിയിലായി. കാരണം രോണു ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഒരു ഭാര്യയായി തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വേർപാട് സംഭവിച്ച് ആദ്യത്തെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നൊക്കെ പ്രചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് പലരും രോണുവിന്റെ മേലും സത്യാവസ്ഥ ഒന്നും അറിയാതെ പഴി ചാരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പോയി. അതുകൊണ്ടാണ് രോണു രംഗത്ത് വന്നത്. ചേട്ടൻ ഇടയ്ക്കിടെ നെഞ്ചരിച്ചിൽ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അസിഡിറ്റി പ്രശ്നങ്ങളുണ്ട്. ഇടയ്ക്ക് ജലൂസിൽ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ചില രാത്രികളിൽ ഛർദ്ദിച്ച് വീണ് കിടക്കും. ആ ചേട്ടന് നെഞ്ചുവേദന വന്ന സമയത്ത് തന്നെ രോണുവിനെ വിളിച്ചു. അപ്പോൾ അന്ന് തമ്മിൽ വഴക്കുണ്ടായതുകൊണ്ട് മറ്റൊരു മുറിയിലാണ് രോണു കിടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ദിവസം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ എന്നും വരാനുള്ള ഒരു നെഞ്ചുവേദനയാണെന്നാണ് അന്ന് രോണു വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി സാധാരണ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും നെഞ്ചുവേദന എന്തെങ്കിലും വരുന്ന സമയത്ത് ചൂടുവെള്ളം എന്തെങ്കിലും വീട്ടിൽ തന്നെ ആദ്യം കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയി. അതിന്റെ കൃഷ്ണ കൃഷ്ണ എന്നുള്ളൊരു വിളി കേൾക്കുന്നത്. അത് അങ്ങനെ ഓടി വന്നപ്പോഴേക്കും കണ്ണൊക്കെ മറിഞ്ഞ് പെട്ടെന്ന് ബിപി ലോ ആയി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വീണപ്പോഴേക്ക് ആണ് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് സുഹൃത്തുക്കൾ തന്നെ വിളിക്കുന്നതിന് മുന്നേ രോണനെ വിളിക്കുന്നതിന് മുന്നേ തന്നെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അപ്പൊ സുഹൃത്തുക്കൾ വന്നപ്പോൾ രോണ അവിടെ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. വെറുതെ ഒന്നും നോക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സുഹൃത്ത്. കാരണം നേരത്തെ ഒരു കണ്ണിൽ കരടായിട്ടാണ് രോണ് കിടക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇപ്പൊ പെട്ടെന്ന് ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഇത് നോക്കുമ്പോൾ താൻ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ ഇപ്പൊ കാറിലേക്ക് മൈൻഡ് ചെയ്തില്ല. കാറിലേക്ക് കയറ്റിക്കൊണ്ടപ്പോൾ 2 മക്കൾ വീട്ടിൽ നിൽക്കുവാണ്. അപ്പൊ കാറിലേക്ക് കയറ്റിയപ്പോൾ സുഹൃത്തുക്കളുണ്ട്. കാറിലേക്ക് കയറ്റിയപ്പോൾ ആശുപത്രിയിലേക്ക് ഒരുമിച്ച് പോയില്ല. അങ്ങനെയുള്ള കുറെ കാരണങ്ങളാണ് പറഞ്ഞത്. അവിടെ മക്കളും ഉള്ളതല്ലേ. അപ്പോൾ തൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളൊന്നും കേൾക്കാതെ പലതും വെച്ചിട്ട് പലതും മെനയുക എന്നുള്ള രീതിയിൽ. അല്ല, അതിന് ആ ഒരു കാരണത്തിന് രേണു പറയുന്നുണ്ട്. ഇതേ ആദിത്യത്തിനെ ഇങ്ങനെ എടുത്തു പൊക്കാനായിട്ട് ഭാരം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എടുത്തു പൊക്കുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് വീണ സമയത്താണ് സുഹൃത്തുക്കൾ കയറി വരുന്നത്. അത് കണ്ടിട്ടാണ് സുഹൃത്തുക്കൾ കയറി വരുന്നത്. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും വിചാരിക്കും ആദിത്യനെ നോക്കുന്നില്ല. ആ ഒരു വഴക്ക് കാരണം ആദിത്യനോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. അതാണ് നെഗറ്റീവായിട്ട് രോണുവിന് മാറിയത് അല്ലേ? അതെ. പക്ഷെ ആ സമയത്ത് രോണു പറയുന്നുണ്ട് തന്റെ മകൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മകൻ സാക്ഷിയാണല്ലോ, ഞാൻ പിന്നെ എന്ത് പറയാനാണെന്നാണ് രോണു ചോദിക്കുന്നത്. മാത്രമല്ല 4 പേരുണ്ടായിരുന്നു. അവര് സുഹൃത്തുക്കൾ 4 പേരാണ് വന്നത്. ആദ്യത്തിന് എപ്പോഴും കൂടെ അവർ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആ കാറിൽ കയറാനായിട്ട് മടിച്ചു നിന്നു, താല്പര്യമില്ലാത്ത രീതിയിൽ നിന്നു എന്നുള്ള രീതിയിലും ചില വാർത്തകൾ ആ സമയത്ത് പ്രചരിച്ചു. പക്ഷെ തനിക്ക് മക്കളുണ്ട്. അപ്പൊ മക്കളുടെ കാര്യം കൂടി നോക്കണം. ഇപ്പോൾ
ഒറ്റയ്ക്കല്ലല്ലോ, ആദ്യത്തെ സുഹൃത്തുക്കളുണ്ടല്ലോ. അതുകൊണ്ടാണ് മക്കളുടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ സീരിയൽ സംവിധായകൻ TS സജി പറഞ്ഞത്, ആദ്യത്തെ രണ്ടാം ഭാര്യയാണ് താനെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അയാൾ ഒരു മോശമാക്കുന്ന ഉറ്റ സുഹൃത്തിനായിരുന്നു, ആദ്യത്തിന്റെ ക്യാരക്ടറിനെയാണ് മോശമാക്കുന്നതെന്നാണ് രേണു പറയുന്നത്. മാത്രമല്ല അയാൾ എന്റെയും ഒരു ചേട്ടന്റെയും പ്രശ്നങ്ങൾക്കിടയിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പോൾ അതിന്റെ ഇടയിൽ മൂന്നാമത്തെ ഒരാൾ വരുമ്പോൾ എപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച്. അത് മാത്രമല്ല ഒരു ചെറിയൊരു വഴക്കുണ്ടാകുമ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അത് എപ്പോഴാണ് തിരിച്ചടിക്കാന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ അതാണ് തിരിച്ചടിയായി മാറിയത്. രോണുവിന് അതൊരു വലിയൊരു തിരിച്ചടിയാണ് ആ സമയത്ത് സംഭവിച്ചത്. കാരണം പലരും ഇത് തന്നെ സംസാരിച്ച് വിഷയമുണ്ടാക്കി, അതാണ് കാരണം ഇതാണ് കാരണം എന്ന് പറഞ്ഞ് സ്വയം സങ്കല്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതുകൊണ്ടാണ് ഇന്നൊരു വ്യക്തത വരുത്തി രോണുവിന് വരേണ്ടി വന്നു. എന്തായാലും രോണു ഇന്ന് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പണവും എല്ലാം കൊടുക്കേണ്ട ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഇന്ന് വെഡിങ് കാർഡിൽ റിബൺ കെട്ടുകയാണ് ചെയ്യുന്നത് ജോലി. പിന്നെ ഡെലിവറി ഗേൾ ഉണ്ട്, പിന്നെ മക്കൾ രണ്ടുപേര് പഠിക്കുകയാണ്, ഫ്രട്ടേണിറ്റി സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ മറ്റേ നമ്മുടെ നടൻ ആദിത്യ ജയനാണ് സഹായിച്ചിരുന്നത്. വിദേശത്തുള്ള ഒരു സാറാണ് 10 മാസത്തോളം വീടിന് വാടക കൊടുക്കാൻ സഹായിച്ചത്. അത് ജീജ ചേച്ചി വഴി കിട്ടിയ സഹായമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രട്ടേണിറ്റി 2 ലക്ഷം രൂപയാണ് തന്നത്. മക്കളുടെ ഫീസ് അടയ്ക്കാൻ 2 ടേമിൽ സഹായിച്ചത് ചിപ്പി ചേച്ചിയാണ്. സുചിത്രമായുള്ള ചേട്ടന്റെ വിഷയം ഇവർക്കെല്ലാം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആരും ചോദിച്ചിട്ടില്ല. അന്ന് അവരെല്ലാം ഒന്നായിരുന്നു. കാരണം അന്ന് അവർ പുറത്തായിരുന്നു, കാരണം രോണു പുറത്തായിരുന്നു. അതിന് കാരണമുണ്ട്. ആദ്യത്തിന് ആ രീതിയിൽ രോണുവിനെ കുറിച്ച് തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു രോണു പറയുന്നുണ്ട്. അതെ. അപ്പോ വളരെ ഇപ്പൊ കുറെ വിമർശനങ്ങളാണ്. ഇപ്പൊ സുചിത്രയ്ക്കെതിരെ പല വിമർശനങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും അത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വളരെ എളുപ്പമാണെന്ന് ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ അന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച വന്നത് ഇത് തന്നെയായിരുന്നു. പിന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ തന്നെ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.